സ്കൂൾ ബസ്. മുംബൈ പോലീസ്, ഹൗ ഓൾഡ് ആർ യു എന്നീ സിനിമകൾക്ക് ശേഷം സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയ് സഹോദരങ്ങൾക്കൊപ്പം സ്കൂൾ ബസിനായി കൈകോർക്കുമ്പോൾ പ്രേക്ഷക പ്രതീക്ഷയ്ക്ക് ഭംഗം വരുന്നില്ല. കൈയടക്കമുള്ള തിരക്കഥയിൽ അച്ചടക്കമുള്ള സംവിധാനമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികളിലൂടെ തുടങ്ങുന്ന കഥ മുതിർന്നവരിലൂടെ സഞ്ചരിച്ച് കുട്ടികളിൽ തന്നെ അവസാനിക്കുന്നതാണ് സിനിമയുടെ ഫോർമാറ്റ്. ആദ്യ 1 മണിക്കൂറിലെ ഇടവേള വളരെ സ്വാഭാവികമായി മുന്നോട്ട് നീങ്ങുന്ന സിനിമയിൽ പിരിമുറുക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് 2ാം പകുതിയിലാണ്. 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള സിനിമയിൽ ബോറടിപ്പിക്കുന്നതായി ഒന്നും തന്നെയില്ല. തിയേറ്ററിൽ പ്രേക്ഷകന് ചിരിവരാൻ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല സംഭാഷണങ്ങളും ആവശ്യമില്ലെന്ന് റോഷൻ ആൻഡ്രൂസ് ഈ സിനിമയിലൂടെ വീണ്ടും തെളിയിക്കുന്നു. സങ്കീർണമായ കഥയല്ല സ്കൂൾ ബസിലൂടെ പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ ത്രെഡിൽ എഴുത്തുകാരന്റെ ഭാവന സംയോജിക്കുന്നിടത്താണ് ഈ സിനിമയുടെ വിജയം. തുടക്കം മുതൽ ഒടുക്കം വരെ പിരിമുറുക്കമുള്ള കഥാസന്ദർഭങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പിരിമുറുക്കത്തിലായ പ്രേക്ഷകനെ ശാന്തമാക്കുന്നതിനായി തിരക്കഥാകൃത്തുക്കൾ കഥയിൽ കയറി ഇടപെടുകയും തങ്ങളുടെ രചനാപാഠവും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകന്റെ പൾസ് അറിഞ്ഞിട്ടുള്ള തിരക്കഥാകൃത്ത് പാസ് മാർക്കല്ല. ബോബി സഞ്ജയ് സഹോദരങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ തന്നെ നൽകാം. അജു, അഞ്ജു എന്നീ കുട്ടികളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. അജുവായി ഈ സിനിമയിലെ തന്നെ ഛായാഗ്രാഹകനായ CK മുരളീധരന്റെ മകൻ ആകാശ് മുരളീധരൻ അഭിനയിക്കുമ്പോൾ അഞ്ജുവായി എത്തുന്നത് സംവിധായകൻ റോഷൻ ആൻഡ്രൂസിന്റെ മകൾ അഞ്ജലീനയാണ്. പുതുമുഖങ്ങളാണെങ്കിലും നാടകീയതയില്ലാതെ തങ്ങളെ ഏൽപ്പിച്ച കഥാപാത്രങ്ങൾ ഗംഭീരമാക്കാൻ ഈ കുട്ടികൾക്ക് സാധിച്ചു. കുട്ടികളുടെ മാതാപിതാക്കളായി എത്തുന്നത് ജയസൂര്യയും അപർണ ഗോപിനാഥുമാണ്. മാതാപിതാക്കളുടെ റോളുകളിൽ ഇരുവരും തികവുള്ള അഭിനേതാക്കളാണ്. സിനിമയുടെ റിലീസിന് മുൻപ് മലയാള സിനിമയിൽ നിലവിലുള്ള ഏറ്റവും കഴിവുള്ള നടിമാരിൽ ഒരാളാണ് അപർണ ഗോപിനാഥ് എന്ന് റോഷൻ ആൻഡ്രൂസ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന പ്രകടനമാണ് അവർ ഈ സിനിമയിൽ നടത്തിയിരിക്കുന്നത്. പോലീസ് വേഷത്തിലെത്തിയ കുഞ്ചാക്ക ബോബനും തന്റെ കഥാപാത്രത്തോട് നീതി പുലർത്തി. സ്കൂളിലെ അനേകം കുട്ടിക്കളികളിൽ ഒന്ന് സീരിയസ് ആവുകയും അതേ തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളും തിരോധാനവുമാണ് സിനിമയുടെ ഇതിവൃത്യം. കാലിക പ്രസക്തിയുള്ള പേരന്റിംഗ് റോളുകളെക്കുറിച്ചും മാതാപിതാക്കളുടെ കടമകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സിനിമ. കുട്ടികളെ മനസ്സിലാക്കാനും സാരോപദേശങ്ങൾ നൽകാനും അവരെ വീണ്ടെടുക്കാനും രണ്ടാമതൊരു അവസരം നോക്കിയാൽ ഒരുപക്ഷെ കിട്ടിയേക്കില്ലെന്നുമുള്ള കാലിക പ്രസക്തമായ സന്ദേശവും ഈ സിനിമ പങ്കുവെക്കുന്നുണ്ട്. ഓപ്പൺ എയ്ഡഡ് ക്ലൈമാക്സ് ആണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. യാഥാർത്ഥ്യമാണോ ഫിക്ഷനാണോ എന്ന് സംശയമുളവാക്കുന്നിടത്ത് തീരുമാനം പ്രേക്ഷക ഭാവനയ്ക്ക് വിട്ടുകൊണ്ട് സിനിമ അവസാനിപ്പിക്കുകയാണ് സംവിധായകൻ ചെയ്തിരിക്കുന്നത്. വയനാട്ടിലെ ഉൾക്കാട്ടിൽ ഷൂട്ട് ചെയ്ത സിനിമയുടെ ക്ലൈമാക്സിനോടടുക്കുമ്പോഴുള്ള രംഗങ്ങൾ മികവ് പുലർത്തുന്നതിനോടൊപ്പം CK മുരളീധരൻ എന്ന ഛായാഗ്രാഹകന്റെ കഴിവും തെളിയിക്കുന്നു. ദൃശ്യമികവിനൊപ്പം സൗണ്ട് മിക്സിംഗും നന്നായിട്ടുണ്ട്. പാട്ടുകളില്ലാത്ത സിനിമയിൽ ഗോപി സുന്ദറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കഥാസന്ദർഭങ്ങളോട് ഇണങ്ങി നിൽക്കുന്നു. സുധീർ കരമന, വിജയകുമാർ, നന്ദു തുടങ്ങിയ കഥാപാത്രങ്ങളും നന്നായി. പ്രേക്ഷകനെ തിരിച്ചറിഞ്ഞ് സിനിമയെടുക്കുമ്പോൾ നിരാശയുണ്ടാകില്ലെന്ന് ഉറപ്പ്. ബ്രേക്ക് ഡൗൺ ആകില്ലെന്ന് ഉറപ്പുള്ള ഈ സ്കൂൾ ബസിലെ യാത്രയ്ക്ക് ധൈര്യമായി പ്രേക്ഷകർക്ക് ടിക്കറ്റ് എടുക്കാം.